നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഡൽഹി AKG ഭവനിൽ ദില്ലി പോലീസ് എത്തിയത്. അതെ. ഐഷി ഘോഷ് എന്ന SFI നേതാവ്, അഖിലേന്ത്യാ വനിതാ നേതാവ്, അഖിലേന്ത്യാ ഭാരവാഹി, ജോയിന്റ് സെക്രട്ടറി ആണെന്ന് അല്ലേ? അതെ. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ പക്ഷേ അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ വിചാരിച്ചു നമ്മുടെ ഇപ്പോഴത്തെ ഈ CJP പ്രക്ഷോഭം, യുവജന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട അറസ്റ്റായിരിക്കുമെന്ന് വിചാരിച്ചു. അവരും അത് തന്നെയാണ് ആദ്യം കരുതിയത്. പക്ഷേ അതിന് മുമ്പുള്ളൊരു പഴയൊരു കേസിലെ പ്രതിയെ തേടി വന്നതാണ്. പിന്നീടോടെ നടന്നതെല്ലാം നമ്മളെല്ലാം കണ്ടതാണ്. ശരിക്കും ഡൽഹി പോലീസ് പഴയ കേസിലെ പ്രതികളെയൊക്കെ പൊക്കിക്കൊണ്ടിരിക്കുകയാണോ, അതോ അവർക്ക് വാറണ്ട് വന്നപ്പോൾ അവർക്ക് ഈ കേസിന് സമൻസും വാറണ്ടും കിട്ടിയപ്പോൾ അവരത് പ്രതിയെ തേടി ഇറങ്ങിയതാണോ? അങ്ങനെയല്ല. ഇതിൻ്റെ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ഈ കേസിൻ്റെ നാൾ വഴികൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. 2021 കൊൽക്കട്ടയിൽ SFI ഒരു പ്രൊട്ടസ്റ്റ് നടത്തി. മമതയാണല്ലോ അന്ന് അവിടെ ഭരിക്കുന്നത്. മമതയുടെ പോലീസ് അറഞ്ചം പുറഞ്ചും SFIക്കാരെ അടിച്ചോടിച്ചു, ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയൻ. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ന്യൂഡൽഹിയിലെ ഈ ബംഗാ ഭവൻ, ന്യൂഡൽഹിയിൽ ഇവരുടെ എന്തോ ഒരു ആസ്ഥാനമുണ്ട്, ആ ബംഗാ ഭവന് മുന്നിൽ നമ്മുടെ കേരള ഹൗസ് പോലെ ആയിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ബംഗാ ഭവൻ്റെ മുന്നിൽ ഇവർ SFI, JNUവിലെ SFI വിദ്യാർത്ഥികളെല്ലാം കൂടെ ഒരു പ്രൊട്ടസ്റ്റ് വെച്ചു, ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തയാളാണ് ഈ ഐഷി ഘോഷ്. ആ പ്രതിഷേധം അത് ഒരു മാർച്ചായിരുന്നു. അതും ഈ പറഞ്ഞതുപോലെ അക്രമാസക്തമായി അവിടെ പോലീസ് ലാത്തി ചാർജ് എന്തോ ചെയ്യേണ്ടി വന്നു. അതിൽ ഒരു നോൺ ബെയിലബിൾ വാറണ്ട് ഡൽഹി കോർട്ട് ആണ് ഇഷ്യൂ ചെയ്തത് ഈ ഐഷി ഘോഷിനെതിരെ. കാരണം ഇവർ സമയത്തിന് പോലീസ് വിളിച്ചിട്ട് വരുന്നില്ല, ഹാജരാകുന്നില്ല എന്ന് വെച്ചാൽ ഭയങ്കര ധാർഷ്ട്യം. രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, ഞങ്ങൾ എന്തും ചെയ്യും. JNU, പിന്നെ വിശിഷ്യ JNUവിലാവുമ്പം കുറച്ചുകൂടെ ഈ തിമിര് കൂടും, ആവേശം കൂടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ കോടതിക്ക് മുന്നിൽ ഹാജരാകുകയോ ജാമ്യം എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ ഡൽഹി പോലീസ് ഇവരെ പലപ്പോഴും അന്വേഷിച്ച് പല സ്ഥലത്തും പോകുമ്പോൾ ഇവരെ കിട്ടുന്നില്ല. അപ്പോഴാണ് ഈ പ്രൊട്ടസ്റ്റിൽ ഇവർ പങ്കെടുത്തത്. ആര്? MA ബേബിയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഈ ഐഷി ഘോഷ് എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ കാവൽ മാലാഖ, വെള്ളരിപ്രാവ് എന്നൊക്കെയാണ് തോന്നുന്നത്. പല അക്രമ സമരങ്ങളിലും പങ്കെടുത്തയാളാണ്. എന്നിട്ട് പങ്കെടുത്തിട്ടത് വന്ന് ഒളിച്ചിരിക്കുന്നത് AKG ഭവനുള്ളിലാണ്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, AKG ഭവനിൽ പോലീസ് അങ്ങനെ കയറില്ല എന്ന ഒരു ധാർഷ്ട്യമാണ് ഇവരെയൊക്കെ ഭരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി അവിടെ ഡൽഹിയിൽ നടന്ന ഈ പാറ്റകളുടെ സമരത്തിൽ പങ്കെടുത്തു, അവിടെ നിരാഹാരം കിടന്നു എന്നൊക്കെയാണ് MA ബേബി പറയുന്നത്. കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലായത് നിരാഹാരം കിടന്നു, എന്നിട്ടിത് ഹോസ്പിറ്റലൈസ് ചെയ്തു, ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടേക്ക് വന്നപ്പോൾ അതിനെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ വന്നിരിക്കുന്നു പോലീസ് എന്നാണ് ബേബി അടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും പോലീസ് ഈ നോൺ ബെയിലബിൾ വാറണ്ട് ഇവർക്കെതിരെ ഉണ്ടെങ്കിലും ആ വാറണ്ട് ഒന്നും കയ്യിലില്ലാതെയാണ് ഇവിടെ എത്തിയത്. എനിക്ക് തോന്നുന്നു അവർ വളരെ പെട്ടെന്ന് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ ശ്രമിച്ചതായിരിക്കാം. അതെന്താണെന്ന് എനിക്കറിയില്ല. പോലീസ് നിയമ നടപടികൾ പാലിച്ചു വേണം ആരെ അറസ്റ്റ് ചെയ്യാൻ. അതെ, അത് മര്യാദകൾ പാലിച്ചു വേണം അറസ്റ്റ് ചെയ്യാൻ. അത് ആ മര്യാദകൾ പാലിച്ചില്ലെങ്കിൽ അറസ്റ്റിനെ നമുക്ക് ചോദ്യം ചെയ്യാം തീർച്ചയായിട്ടും. അപ്പോൾ പോലീസ് വന്നത് 2 പോലീസുകാർ യൂണിഫോമിലും അവർ വനിതാ SI ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ സിവിൽ ഡ്രസ്സിലുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ അടുത്ത് ജോൺ ബ്രിട്ടാസ് ചോദിച്ചത്, നിങ്ങൾ എവിടുത്തെ പോലീസാണ്, നിങ്ങൾക്ക് യൂണിഫോം ഇല്ലല്ലോ, നിങ്ങളുടെ നെയിം പ്ലേറ്റ് എവിടെ എന്നൊക്കെയാണ് അവരോട് ചോദിച്ചത്. മറ്റേ 2 പോലീസുകാരും ഫുള്ളി യൂണിഫോമിലാണ്. അവർ പറയുന്നു മാഡം SI ആണെന്ന് പറയുന്നു. ഇതൊക്കെയാണ്. പക്ഷേ ഇവർ സിവിൽ ഡ്രസ്സിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും. എന്തായാലും അവരവിടെ വന്ന് അവരെ തടസ്സപ്പെടുത്തി, അവരെ അങ്ങോട്ട് അകത്തേക്ക് പോകാൻ സമ്മതിച്ചില്ല, ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. നോൺ ബെയിലബിൾ വാറണ്ടാണ് കേട്ടോ, കോടതി ഇഷ്യൂ ചെയ്തതാണ്. വാറണ്ട് അവരുടെ കയ്യിലില്ലായിരുന്നു, ആ പേപ്പർ കയ്യിലില്ലായിരുന്നു എന്നുള്ളതാണ്. ആ പേപ്പർ കയ്യിലുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്നലെ ആ പെൺകുട്ടി അറസ്റ്റ് ചെയ്യപ്പെടും. ഇനി ബ്രിട്ടാസ് അതിന് തടസ്സം നിന്നാൽ MP ആണ് എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. ബ്രിട്ടാസിനെതിരെ കേസ് വരും. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള നിലയ്ക്ക് രാജ്യസഭാ ചെയർമാൻ, വൈസ് പ്രസിഡൻറ്റിന് അവർ ഡൽഹി പോലീസ് റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ആൻസറബിളാണ്
ഈ പ്രോട്ടോക്കോളും പരിരക്ഷയും എല്ലാം പാർലമെൻറ്റിൻ്റെ ഉള്ളിലേ കിട്ടുള്ളൂ. പുറത്ത് നിയമം അനുസരിക്കാൻ ബ്രിട്ടാസും പൊട്ടാസും എല്ലാവരും ബാധ്യസ്ഥരാണ്. ഏത് ഡബ്ല്യു റഹീം ആയാലും ശരി, ഏത് മോദിയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, പുറത്ത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അല്ലാതെ ഇവർക്കാർക്കും പ്രത്യേക പരിരക്ഷ MP ആയതുകൊണ്ട് എന്തും ചെയ്യാം എന്നുള്ള ഇതൊന്നുമില്ല. അങ്ങനെയുള്ള പിന്നെ അതിനുള്ള അനുവാദമൊന്നും ഈ രാജ്യത്ത് ഭരണഘടന ആർക്കും കൊടുത്തിട്ടില്ല. ഇരിക്കട്ടെ, ഇവർ പറഞ്ഞ ന്യായം എവിടെ? യൂണിഫോം എവിടെ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പിണറായി വിജയൻ്റെ കാറിന്, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കാറിന് കരിങ്കൊടി കാണിച്ചപ്പോൾ ഗൺമാന്മാരടക്കമുള്ളവർ ഇറങ്ങി ക്രൂരമായി തല്ലിച്ചതിച്ചു യൂത്ത് കോൺഗ്രസ്സുകാരെ ആലപ്പുഴയിൽ, അല്ലേ? എത്ര പേർക്ക് യൂണിഫോം ഉണ്ടായിരുന്നു അതിൽ? ഈ ഗൺമാന്മാർ എത്ര യൂണിഫോം ഇട്ടു? ചെടിച്ചട്ടി എടുത്ത് തലക്കടിച്ചു. യൂണിഫോം ഉണ്ടായിരുന്നു. ഇപ്പോൾ കേസും വഴക്കുമായിട്ട് കയറി ഇറങ്ങുകയല്ലേ കോടതി, അല്ലേ? ഇവിടെ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പം ഇത് രക്ഷാപ്രവർത്തനമെന്നും പറഞ്ഞ് നിസാരവൽക്കരിച്ചു. പക്ഷെ കോടതി പോയിട്ട് കോടതി വിട്ടില്ല. കോടതി കൃത്യമായിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു, കുറ്റപത്രം സമർപ്പിക്കാൻ പറഞ്ഞു. ഇപ്പോൾ അവർ സസ്പെൻഷനിലാണ്, അല്ലേ? അപ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ല, അവിടെ എന്തും ചെയ്യാം. സിവിൽ ഡ്രസ്സ് മതി, നെയിം പ്ലേറ്റ് വേണ്ട, ഒന്നും വേണ്ട. പോലീസിന് എന്ത് തോന്നിയാസവും കാണിക്കാം. ഡൽഹിയിൽ തൻ്റെ സബോർഡിനേറ്റ്സായ 2 പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം അവർ യൂണിഫോമിലാണ്, ഒരു ഓഫീസർ സിവിൽ ഡ്രസ്സിൽ വന്നു. ശരിയാണ്, സിവിൽ ഡ്രസ്സിൽ വന്ന് അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല, അതിന് വാറണ്ടും വേണം. ഇത് രണ്ടും നമ്മൾ അനുകൂലിക്കുന്നു. പക്ഷേ ഇതിനെ ചോദ്യം ചെയ്യാൻ ഈ ബ്രിട്ടാസിനും CPM-നും എന്ത് യോഗ്യത? ഞാൻ ചോദിക്കുന്നതാണ്. ഇവർക്ക് ഇവിടെ ഇവിടെ ഇവർ നിയമമൊക്കെ പാലിച്ച് ഈ പറഞ്ഞതുപോലെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് അറസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് CPM-ൻ്റെ ധാർമ്മികതയെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ CPM-ന് എന്ത് ധാർമ്മികതയാണ് ഈ കാര്യത്തിലുള്ളത്? ഈ പിന്നെ ഡൽഹിയിൽ നടന്ന ഈ സംഭവത്തിനെ ചോദ്യം ചെയ്യാൻ, അതിനകത്ത് മറ്റൊരു വിഷയം കൂടിയുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ചോദ്യം ചെയ്യാൻ CPM-ന് എന്ത് ധാർമ്മികതയാണുള്ളത്? അതും 2021 നടന്നൊരു കേസിൽ ഇപ്പം 5 വർഷമാകുന്നു. നിയമത്തിൻ്റെ കണ്ണ് വെട്ടിച്ച്, പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ചൊക്കെ നടക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ വിദ്യാർത്ഥി യൂണിയൻ്റെ വനിതാ നേതാവായതുകൊണ്ട് എന്തും ചെയ്യാമെന്നാണോ അവർക്ക്? അവരെ സംരക്ഷിക്കാൻ AKG ഭവൻ അവിടെ ഉള്ളതുകൊണ്ട് എന്നും AKG ഭവനകത്ത് ഒളിച്ചിരിക്കാമെന്നാണോ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇത് പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ബ്രിട്ടാസ്. അതിൻ്റെ ശരിതെറ്റുകൾ അദ്ദേഹം ആലോചിക്കട്ടെ. അദ്ദേഹം മുക്കാച്ചക്രത്തിൻ്റെ ഒരു CPM ഗുണ്ടയല്ല, രാജ്യസഭാ MP-യാണ്, ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് നിയമമൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് സംഘടനയുടെ ആളാണെങ്കിലും ശരി, നമ്മൾ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ പറഞ്ഞതുപോലെ AKG ഭവന് പോലീസ് പ്രവേശിക്കാൻ പാടില്ലാത്ത സ്ഥലം വല്ലതുമാണോ? അല്ല, ഇവിടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഞാൻ അതാണ്, ഏരിയ കമ്മിറ്റി ഓഫീസിൽ വന്നപ്പോൾ ഇവിടെ സംഘടിതമായിട്ട് അതിനെ ED ആക്രമിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നപ്പോൾ അതിനെ അനുവദിക്കാതെ പ്രതിരോധം തീർത്തു. അതുപോലെ അങ്ങ് ഡൽഹിയിലും ചെയ്യാമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? കേരള പോലീസ് അല്ല ഡൽഹി പോലീസ്. അടിച്ച് റൊട്ടിയാക്കി കളയോ അവർ? അവരുടെ കയ്യിൽ പിന്നെ കേരളത്തിലെ സാഹചര്യമല്ല അവിടെ ഉള്ളത്. ഇവിടെ 26 MLA-മാരെങ്കിലും ഉണ്ട്. അവിടെ പിന്നെ ഈ പറഞ്ഞ ഒരു ഓട്ടോയിൽ കയറാൻ മാത്രമുള്ള MP-മാരാണ് അവിടെ ആകെ ഉള്ളത്. ഒരു പ്രൊട്ടസ്റ്റ് നടത്താൻ പോലും നിങ്ങളെ കൂടെ ആളില്ല. അപ്പോൾ ഡൽഹി പോലീസിനെയൊക്കെ കയറി വെല്ലുവിളിക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഫലം വളരെ മോശമായിരിക്കും. പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്താൻ ആരാണെങ്കിലും, ഏത് പാർട്ടിക്കാരനാണെങ്കിലും പാടില്ല. അത് BJP ആയാലും CJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ആരായാലും ശരി, പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തരുത്. ശരിയാണ്, അവരുടെ കയ്യിൽ വാറണ്ടില്ലായിരുന്നു, അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ അവിടുത്തെ ചോദ്യം 2021 സമൻസും ഇതൊക്കെ ഇപ്പോൾ വാറണ്ടായ കേസ്, അതിന് ഇപ്പോൾ ഈ CJP-യുടെ പ്രക്ഷോഭം കഴിഞ്ഞ് ഈ ഐഷു ഘോഷ് നിരാഹാരമൊക്കെ കഴിഞ്ഞ് തിരികെ വന്ന സമയത്ത് എന്തിനിവർ കുത്തിപ്പൊക്കി എന്നതാണ് ഇന്നലെ ഡൽഹിയിൽ ബ്രിട്ടാസ് അടക്കം ചോദിച്ചത്. ബ്രിട്ടാസിൻ്റെ ചോദ്യം ന്യായമാണ്. ഇതിനകത്ത് എന്താ വിഷയം എന്നറിയാമോ? നമുക്ക് തന്നെ ഇവിടെ അറിയാമല്ലോ ഇത്തരത്തിൽ വാറണ്ടാകുന്ന കേസുകൾ എങ്ങനെയാണ് പോകുന്നത്. ഈ വാറണ്ടും കൊണ്ട് ഏതെങ്കിലും ഒരു പോലീസുകാരൻ വരും, ഇവരുടെ വീട്ടിലോ പരിസരത്തോ എവിടെയെങ്കിലും വരും.
അപ്പോൾ അവിടെ ചിലരൊക്കെ എന്ത് ചെയ്യും, വല്ല ചില്ലറയും കൊടുത്ത ആളിവിടെ ഇല്ല എന്നും പറഞ്ഞ് പറഞ്ഞു വിടും. പോലീസുകാർ നമുക്ക് സ്ഥിരമായിട്ട് അറിയുന്നതാണ്. അന്ന് കൊടുത്ത വിലാസം കൃത്യമാണ്. അല്ല, അത് ഞാൻ പറയാം, വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ പോലീസുകാർ ഈ വാറണ്ട് ആളെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് മടക്കും. ഇങ്ങനെ ഈ കേസ് 5-6 വർഷത്തിൽ കൂടുതലായിട്ട് ഇതുപോലുള്ള സമരങ്ങളിൽ പങ്കെടുത്ത ആൾക്കാരുടെ വാറണ്ട് ഇങ്ങനെ കിടപ്പുണ്ട്, കോടതിയിൽ നിന്ന് വരുന്ന സമൻസ് ഇങ്ങനെ കിടപ്പുണ്ട്. നിങ്ങൾ ഇന്ന ദിവസം കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞാണ് സമൻസ് വരുന്നത്. ഈ കൊണ്ടുവരുന്ന മെസ്സഞ്ചർ ഈ പറയുന്നത് പോലെ ആളെ കണ്ടില്ല, ആളവിടെ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചൊരു നോട്ട് എഴുതി ഇത് അങ്ങോട്ട് കൊടുക്കും. കോടതി വീണ്ടും സമൻസ് കൊടുക്കും, വീണ്ടും പോലീസിന് നിർദ്ദേശം കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ബെയിലബിൾ വാറണ്ട്, നോൺ ബെയിലബിൾ വാറണ്ട് ആകും. അങ്ങനെയാണ് ഇത് നോൺ ബെയിലബിൾ വാറണ്ട് ആകുന്നത്. അല്ലാതെ തുടക്കത്തിലേ ഇത് നോൺ ബെയിലബിൾ വാറണ്ട് ആയി കാണില്ല. അപ്പോൾ അങ്ങനെ ഇത്രയും നോക്കൂ, 5 വർഷമായിട്ട് നമ്മൾ ആരെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിൽ നമുക്കെതിരെ ഒരു കേസ് വന്നു, എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കേസ് വന്നു, നമ്മൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ വക്കീലിനെ പോയി കണ്ട് നമ്മൾ കോടതിയിൽ ഹാജരായി ജാമ്യം എടുക്കും. എന്നിട്ട് നമ്മുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വാദിക്കും, അല്ലേ? എല്ലാവരും അപരാധിയും നിരപരാധിയും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പക്ഷെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് കൊമ്പുണ്ടോ? അവർക്ക് കോടതിയിൽ ഹാജരാകേണ്ടെന്നാണോ? അവർ കോടതിയേക്കാൾ മുകളിലാണ്. അതെന്തൊരു അരാജകത്വമാണ്. അപ്പോൾ ഇങ്ങനെയാണിത് നീണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ പോലീസ് നോക്കിയപ്പം ഇങ്ങനെ ഒരു വാറണ്ടുള്ള ഒരു പ്രതി അവിടെ നിരാഹാരത്തിൽ പങ്കെടുക്കുന്നു, സമരത്തിനെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ പോലീസിൻ്റെ ലിസ്റ്റിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഈ പിടികിട്ടാ പുള്ളി എന്നുള്ള മട്ടിൽ ഇത് കിടക്കുകയാണ്. അത് നിരവധി പേര് കാണും. കൂടുതൽ രാഷ്ട്രീയ കേസ് ആയതുകൊണ്ടാണ്. മറ്റേതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും പുറകെ നടന്ന് പൊക്കിയേനെ. ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിഷേധം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് വന്ന കേസായതുകൊണ്ടാണ് അവർ വലിയ ഒരു കടുപ്പിക്കാത്തത്, മൂപ്പിക്കാത്തത്. അതുകൊണ്ടാണ് നമ്മൾ നല്ല ഭാഷ പറഞ്ഞ. അപ്പോൾ ഇപ്പോൾ ഈ വിഷയം ഉണ്ടായപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ കുറേ ദിവസം കഴിയുമ്പോൾ കോടതി പോകുന്ന ഉദ്യോഗസ്ഥനെ വളരെയധികം ശകാരിക്കും. നിങ്ങൾ എന്തിനാണ് യൂണിഫോം ഇട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് നിയമം നടപ്പാക്കാൻ അറിയില്ലെങ്കിൽ വേറെ വല്ല പണിക്കും പൊക്കൂടെ എന്നൊക്കെ കോടതി പറയും. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. 5 വർഷമായില്ലേ കേസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കടുപ്പിക്കൽ ഉണ്ടായിട്ടുണ്ടാകും കോടതിയുടെ ഭാഗത്തുനിന്ന്. അപ്പം ഇവർ നോക്കിയപ്പോൾ ശരിയാണ്, ആ 5 വർഷമായിട്ട് ഈ കക്ഷിയല്ലേ മറ്റേ കക്ഷി, എന്നാൽ നമുക്ക് ഉടനെ പൊക്കിക്കളയാം എന്ന് പറഞ്ഞ് അങ്ങനെ ആയിരിക്കാം പോലീസ്. പക്ഷെ അതിനെ പോലീസിൻ്റെ കയ്യിൽ വാറണ്ടില്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് ജോൺ ബ്രിട്ടാസും കൂട്ടരും ഒക്കെ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അവരുടെ മുന്നിൽ കൂടെ ഈ സാധനത്തിനെ പൊക്കിക്കൊണ്ട് പോയേനെ, ഈ വനിതാ നേതാവിനെ ഉറപ്പായിട്ടും പൊക്കിക്കൊണ്ട് പോയത്. എന്തായാലും ഇനി കോടതി അറസ്റ്റ് ചെയ്ത് ഹാജരാക്കട്ടെ എന്ന് പറയാനായിട്ട് അല്ല, കോടതി ഇത് ഇപ്പം തന്നെ നോൺ ബെയിലബിൾ വാറണ്ടാണ്. പോലീസ് ഇനിയിപ്പോൾ ആ വാറണ്ടുമായിട്ട് വരും, ഫുൾ ഫോഴ്സിൽ വരും. അന്ന് ഇവരെന്ത് ചെയ്യും? ഇവർ AKG ഭവനകത്ത് ഒളിപ്പിച്ചാൽ പോലീസ് അവിടെ കയറി പരിശോധിക്കില്ലെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? പിന്നെ ബ്രിട്ടാസ് പറയുന്നത് കേട്ടു, ഇതൊരു നാഷണൽ പാർട്ടി. ഏത് നാഷണൽ പാർട്ടി? എത്ര സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട്? എത്ര സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് MP-മാരുണ്ട്? എത്ര MLA-മാരുണ്ട്? നിങ്ങളുടെ നാഷണൽ പാർട്ടി പദവി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് ജോൺ ബ്രിട്ടാസ് ആദ്യം തിരിച്ചറിയേണ്ട. കേരളത്തിലെ ഈ അന്തംഗമ്മികളായിട്ട് നടക്കുന്നവർ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം അതാണ്. ഞാൻ രാജ്യം ഭരിക്കുന്നത് BJP ആണ്, അതുകൊണ്ട് ഞാൻ BJP കാരനാണ്, എനിക്ക് എന്തും ചെയ്യാം. നോ, ഇത് നിയമവാഴ്ചയുള്ള രാജ്യമാണ്. അങ്ങനെ BJP കാരനും CJP കാരനും ഒന്നും എന്തും ചെയ്യാനുള്ള റൈറ്റ് ഒന്നും ഇവിടെ ഇല്ല. അത് ഏത് BJP ആണെങ്കിലും ഏത് CJP ആണെങ്കിലും ഏത് CPM ആണെങ്കിലും. അപ്പോൾ ഇപ്പോൾ രക്ഷപ്പെട്ടു. പക്ഷേ ഇനി അവർ സർവ്വസന്നാഹങ്ങളോടും കൂടി വരും. മര്യാദയ്ക്ക് ഈ പെൺകുട്ടിയെ കോടതിയിൽ ഹാജരാക്കി അതിൻ്റെ നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട്. ഇനിയിപ്പോൾ കോടതി എന്തായാലും അതിരൂക്ഷമായ ഭാഷയിൽ ശകാരിക്കും, ചിലപ്പോൾ റിമാൻഡ് ചെയ്യാൻ ഉത്തരവിടും. ഇതൊക്കെ സംഭവിക്കാം. കാരണം കോടതിയുടെ അഭിമാനത്തെയാണ് ഇവർ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പോലീസും ഈ റിപ്പോർട്ട് കൊടുക്കും, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഞങ്ങളെ തടഞ്ഞു. ആര് തടഞ്ഞു? രാജ്യസഭാ MP. ഇപ്പോൾ കോടതി പറയാണ്, രാജ്യസഭാ MP-യെ ഹാജരാക്കാൻ പറഞ്ഞാൽ രാജ്യസഭാ MP പോണ്ടേ? അതോ നിങ്ങൾ രാജ്യസഭാ MP ആണ്, ഞാൻ കോടതിയേക്കാൾ മുകളിലാണ് എന്ന് പറഞ്ഞ് എതിർത്ത് നിൽക്കുമോ? പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ എന്തും ചെയ്യാം. നെയിം പ്ലേറ്റ് വേണ്ട, സിവിൽ ഡ്രസ്സിൽ ആരെയും അറസ്റ്റ് ചെയ്യാം, ആരെയും തലയടിച്ച് പൊട്ടിക്കാം, ചെടിച്ചട്ടി എടുത്ത് തലക്കടിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഡൽഹി പോലീസ് നിയമമൊക്കെ അനുസരിക്കണം. അവർക്ക് യൂണിഫോം വേണം, നെയിം പ്ലേറ്റ് വേണം, അവർ വാറണ്ടുമായിട്ടേ വരാവൂ. അപ്പോൾ എന്തൊരു ഇരട്ടത്താപ്പാണ് ഇതൊക്കെ.
ഇത് CJP പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു നീക്കത്തെ, പോലീസ് നീക്കത്തിനെതിരെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് ഈ SFIക്കെതിരെ വന്നെങ്കിൽ നാളെ ഇത് CJPക്കെതിരെ വരും. ഇപ്പോൾ കേസ് ഈ പറഞ്ഞ പോലെ സമാധാനപരമായി സമരം ചെയ്തു എന്നൊക്കെ അവർക്കെതിരെ കേസെടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് സംഗതി ഇത് അവസാനമൊക്കെ ചെല്ലുമ്പം കോടതിയുടെ തന്നെ നിർദ്ദേശം വരും. ഈ സമരം അക്രമാസക്തമായതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് കണ്ടെത്തിയാൽ കോടതി തന്നെ പറയും എല്ലാത്തിനെയും പൊക്കിയകത്തിടാൻ പറയും. അപ്പം മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിയുള്ളൂ. അപ്പോൾ ചെയ്ത തെറ്റെന്താണെന്ന് അറിയുന്നവരാണ് ഈ കേസെടുക്കലിനെതിരെ ഈ വലിയ പിന്നെ ബഹളം കൂട്ടിക്കൊണ്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കും. കാരണം അകത്തായ ഞാൻ മാത്രമല്ല, നീയും വേണം, നീയും ഞാനും ഒരുമിച്ച് അകത്ത് പോവാം. ഇതാണ് ലൈൻ, വേറൊന്നുമല്ല. അപ്പോൾ ബ്രിട്ടാസ് ഒരു MP എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യം സത്യമാണ്, വാറണ്ട് അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. വാറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അറസ്റ്റ് സംഭവിക്കുമായിരുന്നു. ഇത്തരം കാര്യങ്ങൾ നിയമം അനുസരിക്കുകയാണ് വേണ്ടത്. MP ആയാലും മന്ത്രി ആയാലും ശരി, നിയമം അനുസരിക്കുകയാണ് വേണ്ടത്. അതിന് പകരം ഇതിനെ വെല്ലുവിളിക്കാൻ പോയാൽ അത് അപകടമാണ്. അതാർക്കും, ഏത് പാർട്ടിക്കാരനും അത് അപകടം ചെയ്യും, ദോഷം ചെയ്യും. ഒരു കാരണവശാലും നിയമവാഴ്ചയെ തകിടം മറിക്കാനോ അതിനെ വെല്ലുവിളിക്കാനോ ഒന്നും നമ്മുടെ രാജ്യത്തെ പൗരന്മാർ ശ്രമിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ എളിയ അഭിപ്രായം. ഇനി ഈ കാര്യത്തിൽ കേസിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് അതിൻ്റെ നിയമ നടപടികളിലേക്ക് പോയാൽ അത് ഈ SFIയുടെ വനിതാ നേതാവിന് നല്ലത്.